എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി, ഒരു ടെൻഷനും ഇല്ലാതെ ആദ്യമായിട്ടൊക്കെ സദ്യ ഉണ്ടാക്കുന്നവർക്ക് പോലും ഒരു ചെറിയ സദ്യ ഉണ്ടാക്കാനായിട്ട് തുടക്കക്കാർ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് നിങ്ങൾ ഒറ്റയ്ക്കാണ് തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പുറത്തൊക്കെ ഉള്ളവർക്ക് ഗസ്റ്റും കൂടെ ഉണ്ടെങ്കിൽ ടെൻഷനാവില്ലേ. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതും ഏതൊക്കെ കറികൾ നമ്മൾക്ക് ഒരുമിച്ച് ഉണ്ടാക്കാം എന്നുള്ളതും എല്ലാ കറികളും ഏറ്റവും എളുപ്പത്തിലുമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ സദ്യ തയ്യാറാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആ ഒരു ഫുൾ മെനു ഒന്ന് കാണാം. അപ്പോൾ ഇത് ഇത്രയുമാണ് സദ്യയിലുള്ള ഐറ്റംസിൻ്റെ ഒരു ലിസ്റ്റ്. ഇതെല്ലാം നമ്മൾ തയ്യാറാക്കേണ്ടതില്ല. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഈ ശർക്കര പുരട്ടിയും ചിപ്സും ഒക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. പുളിയിഞ്ചിയും അച്ചാറുകളും നേരത്തെ തന്നെ ഇട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ സമയത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. ഇനി അഥവാ ലാസ്റ്റായിട്ടാണ് സദ്യ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് 5 മിനിറ്റ് തയ്യാറാക്കാവുന്ന ഒരു കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ അച്ചാർ തയ്യാറാക്കിയാൽ അപ്പോൾ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. പുളിയിഞ്ചിയുടെ റെസിപ്പി വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോറും പപ്പടവും നിങ്ങൾ തയ്യാറാക്കുമെന്ന് വിചാരിക്കും, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനി ബാക്കിയുള്ളതാണ് നമ്മൾ മെയിനായിട്ട് തയ്യാറാക്കേണ്ട ഐറ്റംസ്. ഏറ്റവും കുറച്ച് ഐറ്റംസ് ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 2 തരം പച്ചടി എഴുതിയിട്ടുണ്ട്, ബീട്രൂട്ട് പച്ചടിയും പിന്നെ ഒരു മധുര പച്ചടിയും വേണം. കിച്ചടി ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇത് കൂടാതെ ക്യാരറ്റ് ബീൻസ് തോരനുണ്ട്, അവിയൽ സാമ്പാർ പുളിശ്ശേരി, ലാസ്റ്റായിട്ട് പരിപ്പ് കറി, പിന്നെ ഒരു പായസം. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് പായസം മിക്സ് വെച്ചിട്ട് വേണമെങ്കിലും തയ്യാറാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ സേമിയ പായസമാണ് ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത്. ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുന്നവർക്ക് അടപ്രഥമനൊക്കെ ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ളത് പറയുന്നത്. ഇനി നമുക്ക് ഈ മെയിനായിട്ടുള്ള ഐറ്റംസ് ഓർഗനൈസ് ചെയ്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണാം. ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് രണ്ടായിട്ട് ഇത് തിരിക്കാം. ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കി തീരുമെന്ന് ടെൻഷനുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് കറികൾ തലേന്ന് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. ഇനി അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ എണ്ണീറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ഏറ്റവും എളുപ്പത്തിൽ പറയുന്നേ ഉള്ളൂ. ചിലരൊക്കെ പച്ചടിയാണ് തലേന്ന് ഉണ്ടാക്കി വെക്കുന്നത്. പക്ഷേ പച്ചടി ചൂടാക്കാൻ നേരത്ത് അതിൻ്റെ ടേസ്റ്റ് മാറാറുണ്ട്. അതേസമയം അവയിലും സാമ്പാറുമൊക്കെ നമുക്ക് മൈക്രോവേവിലാണെങ്കിലും വെച്ചിട്ട് ചൂടാക്കി എടുക്കാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം എഴുതിയിരിക്കുന്ന ഈ സെറ്റ് ഐറ്റംസ് ആണ് തലേന്ന് ഉണ്ടാക്കാനായിട്ട് പ്രിഫർ ചെയ്യുന്നത്. പായസം നമുക്ക് തലേന്ന് ഉണ്ടാക്കി വെക്കാവുന്നതാണ്. പിറ്റേന്ന് സെർവ് ചെയ്യാൻ നേരത്ത് പാല് ചൂടാക്കി ലൂസാക്കി എടുക്കാവുന്നതാണ്. അതേസമയം പരിപ്പേറി നമ്മൾ സദ്യ വിളമ്പുന്ന ദിവസം തന്നെ ഉണ്ടാക്കാവുള്ളൂ. കാരണം പരിപ്പേറി പെട്ടെന്ന് ചീത്തയാവുന്ന ഐറ്റമാണ്. അതുപോലെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോകാറുണ്ട്. അപ്പോൾ പരിപ്പേറി ഏറ്റവും ലാസ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്ന ഐറ്റംസ് നമ്മൾ ഒരുമിച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതിയിലാണ്. പച്ചടികളെല്ലാം നമുക്ക് ഒരുമിച്ച് ഉണ്ടാക്കാവുന്നതാണ്. എത്ര തരം പച്ചടി നിങ്ങൾക്ക് വേണോ അത്രയും പച്ചടി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നുള്ളതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ബീട്രൂട്ടും വെള്ളരിക്കായും പഴം പച്ചടി ഒരുമിച്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കിച്ചടി ഓപ്ഷണലാണ്, അതുകൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. വെണ്ടയ്ക്ക കിച്ചടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പക്ഷേ കറക്റ്റായിട്ട് എപ്പോൾ നമുക്കത് ചെയ്യാമെന്നുള്ളത് വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ പറയാൻ മറന്നൊരു കാര്യമാണ് രസം. നമുക്ക് 1-2 ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാവുന്നതാണ്. നമ്മുടെ ഒരു ഫേമസ് ആയിട്ടുള്ള രസം റെസിപ്പി നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മളത് കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറഞ്ഞത്. ഇനി നമുക്കിത് ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് കാണാം. നമ്മുടെ ആദ്യത്തെ ജോലി പച്ചക്കറികളെല്ലാം തൊലിയും കുരുവൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെക്കുന്നതാണ്. ബീട്രൂട്ട് സെപ്പറേറ്റ് ആക്കി വെക്കണം, അല്ലെന്നുണ്ടെങ്കിൽ കളറ് പിടിക്കും. അപ്പോൾ കിച്ചടി കൂടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് പാവയ്ക്ക അല്ലെങ്കിൽ വെണ്ടയ്ക്ക എടുക്കാവുന്നതാണ്. കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പാവയ്ക്കയും വെണ്ടയ്ക്കയും നമുക്ക് തലേന്ന് വറുത്ത് വെക്കാവുന്നതാണ്. പിറ്റേന്ന് സദ്യയുടെ സമയത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ കിച്ചടി റെഡിയാവും. വേണ്ടാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി സാമ്പാറും അവിയലും ഒരുമിച്ച് തയ്യാറാക്കാം. അതിനുള്ള പച്ചക്കറികൾ ഒരുമിച്ച് വൃത്തിയാക്കി വെക്കാം. ഇനി ഇത് 2 രീതിയിലാണ് നമ്മൾ അവിയലിനും സാമ്പാറും അരിയേണ്ടത്. ആദ്യം നമുക്ക് സാമ്പാറിന് അരിയാം. ക്യൂബ്സ് ആയിട്ടാണ് അരിയേണ്ടത്. പച്ചക്കറികൾ കൂടാതെ ഒരു തക്കാളിയും 1 സവാളയുള്ളിയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. സവാളയുള്ളിക്ക് പകരം സാമ്പാർ ഉള്ളിയും എടുക്കാവുന്നതാണ്. 6 പേർക്കുള്ളതാണ് നമ്മൾ ഇത്ര അളവിൽ എടുത്തിരിക്കുന്നത്. കുറച്ച് പേരേ ഉള്ളൂ എന്ന് വെച്ചാൽ പകുതി എടുത്താൽ മതി. ഇതിന് മുന്നേ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണ്. ഒട്ടും ടൈം എടുക്കില്ല. സാമ്പാറിലും അവിയലിലും മുരിങ്ങയ്ക്ക മസ്റ്റാണ്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പീസസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ വഴുതനങ്ങ കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണ്. ചെറിയൊരു മധുരമുള്ള സാമ്പാറാണ് താല്പര്യമെങ്കിൽ മത്തങ്ങയും ക്യാരറ്റും ഒക്കെ തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക. പച്ചക്കറി എല്ലാം ക്യൂബ്സായിട്ടും പച്ചമുളക് സ്ലിറ്റ് ചെയ്തുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് കുക്ക് ചെയ്യാൻ കുക്കറിൽ വെച്ചതിന് ശേഷം നമുക്ക് അവിയലിനുള്ള അരിയാവുന്നതാണ്. ആദ്യം കുക്കറിൽ 1/2 കപ്പ് തുവരപ്പരിപ്പൊന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുത്ത് ആ ഒരു ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ വീതം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം തന്നെ കായം കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി തൂക്കി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്കറിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 1 വിസിൽ മീഡിയം ഫ്ലെയിമിലും 2 വിസിൽ ലോ ഫ്ലെയിമിലുമാണ് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സമയത്ത് ഒരു പകുതി നാരങ്ങ വലുപ്പത്തിൽ പിഴിപുളി ഒന്ന് വെള്ളത്തിൽ കുതിരാനായിട്ടിട്ട് വെക്കാം. ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സാമ്പാർ ഇരുന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് അവിയലിനുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കാം.
ഇത്രയും പച്ചക്കറികൾ കൂടാതെ നമ്മൾ 2 പച്ചമുളക് കൂടി എടുത്തിട്ടുണ്ട്. കനം കുറച്ച് നീളത്തിൽ വേണം നമ്മളിതിന് അരിഞ്ഞെടുക്കാനായിട്ട്. അവിയലിൽ മുരിങ്ങയ്ക്ക മസ്റ്റാണ്. ഇതുകൂടാതെ പച്ചക്കായും പടവലങ്ങായും ചേനയും മത്തങ്ങയൊക്കെ ചേർക്കുമ്പം നല്ല ടേസ്റ്റാണ്. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അടുക്കി പിടിക്കുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇതോടൊപ്പം തന്നെ 1/4 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടി ചേർത്തൊന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നതോടെ വരെ ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. കഷ്ണങ്ങൾ കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിനുള്ള അരപ്പരച്ചെടുക്കാം. ഒരു കുഞ്ഞ് തേങ്ങ മുഴുവനായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 5-6 കൊച്ചുള്ളിയും 1 എരിയുള്ള പച്ചമുളകും 1/4 ടീസ്പൂൺ ജീരകവും 1/4 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിത്രയും 2 ടീസ്പൂൺ വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ക്രഷ് ചെയ്താൽ മാത്രം മതി, ഒരുപാട് അങ്ങ് അരയ്ക്കേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കറിൽ കുക്ക് ചെയ്യാൻ വെച്ചിരുന്ന സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ചെറിയൊരു കടായിൽ നമുക്ക് കടുക് വറുക്കാം. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് സാമ്പാർ മുളക് അല്ലെങ്കിൽ ഉണ്ടമുളക് ചേർത്ത് കൊടുക്കാം. വട്ടത്തിലരിഞ്ഞെടുത്ത കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനുള്ളതൊക്കെ നേരത്തെ എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 3 ടീസ്പൂണോളം മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 നുള്ള് ഉലുവാപ്പൊടി, ഇത്രയുമാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. സെക്കൻഡ്സ് മാത്രം നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടി കരിയാതെ നോക്കുക. അതിനുശേഷം നമുക്കിത് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നുമില്ല, കുറച്ച് പുളിവെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് നല്ല ഉടഞ്ഞ സാമ്പാറാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കഷ്ണങ്ങൾ അതേപോലെ കിടക്കുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഒരുപാടിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 3-4 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതിവിടെ നിന്നൊന്ന് തിളക്കട്ടെ. ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എന്തെളുപ്പമാണെന്ന് നോക്കി നമ്മൾ സാമ്പാർ റെഡിയാക്കിയത്. ജസ്റ്റ് എല്ലാം കൂടെ കുക്കറിലിട്ടൊന്ന് വിസിൽ വെച്ചു, പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തു. ഇത്രയേ ഉള്ളൂ. ഉപ്പ് നോക്കിയിട്ട് ഈ സമയത്ത് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങൾ അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് അവിയലിനുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്പൂൺ വെച്ചൊന്ന് ഉടച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടണം. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് അരക്കില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്ത് 2-3 മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. എന്നിട്ട് നമുക്കിതുപോലെ വിടർത്തി വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിക്കായിട്ട് 1.5 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും തൂക്കി കൊടുക്കാം. ഇത് രണ്ടും ചേർത്ത് കൊടുത്താൽ ഉടനെ തന്നെ നമുക്ക് അടച്ചു വെക്കാവുന്നതാണ്. ഈ അവിയൽ തന്നെ ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഇരുന്നൊന്ന് വേവണം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള അവിയലിവിടെ റെഡി ആയിട്ടുണ്ട്. ഈ അവിയലിൻ്റെയും നേരത്തെ കാണിച്ച ഈസി സാമ്പാറിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ പണ്ടിട്ടിട്ടുള്ളതാണ്. ആ വീഡിയോയുടെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ തലേന്ന് രാത്രി ചെയ്തു വെക്കാവുന്ന വേറൊരു കാര്യമാണ് കിച്ചടിക്ക് വേണ്ടിയിട്ടുള്ള പാവയ്ക്ക അല്ലെങ്കിൽ വെണ്ടയ്ക്കയൊക്കെ വറുത്ത് വെക്കുക എന്നുള്ളത്. പാവയ്ക്കക്കാട്ടിലും ടേസ്റ്റ് വെണ്ടയ്ക്ക കിച്ചടിക്കാണ് കേട്ടോ. കനം കുറച്ച് അരിഞ്ഞിട്ട് ഇതുപോലെ എണ്ണയിൽ വറുത്ത് വെക്കാവുന്നതാണ്. ഡീറ്റെയിൽഡ് റെസിപ്പി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തലേന്ന് രാത്രി ഇത് വറുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് നമുക്ക് തൈരിലേക്ക് തേങ്ങയും പച്ചമുളകും അരച്ചതും പിന്നെ വറുത്തതും ചേർത്ത് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് കടുക് വറുത്ത് താളിച്ച് ചേർക്കുമ്പോൾ നമ്മുടെ കിച്ചടി റെഡിയാവും. അപ്പോൾ തലേന്ന് തന്നെ നമുക്കൊരു തോരനും കൂടെ തയ്യാറാക്കി വെക്കാം. ഞാനിവിടെ ബീൻസ് ക്യാരറ്റ് തോരനാണ് തയ്യാറാക്കുന്നത്. ഇതിന് വരെ നിങ്ങൾക്ക് ക്യാബേജ് തോരനും തയ്യാറാക്കാവുന്നതാണ്. പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പറിലേക്ക് ബീൻസും ക്യാരറ്റും റഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഇതിലേക്ക് നമുക്ക് ഒരു സവാളയുള്ളിയും 1.5 പച്ചമുളകും ഒന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. സവാളയും പച്ചമുളകും ഇതിലിട്ട് ചോപ്പ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് നമ്മൾ കൈവച്ച് അരിഞ്ഞെടുക്കുന്നത് തന്നെയാണ്. അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടയിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് അടച്ചു വെച്ച് ഏറ്റവും ചെറിയ തീയിൽ വെച്ച് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ക്യാരറ്റും ബീൻസും ഒക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പരച്ചെടുക്കാവുന്നതാണ്. അതിനായിട്ട് ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയുടെ 1/4 മുറി നമ്മൾ ചിരകിയെടുത്താലും മതിയാകും. ഇതിലേക്ക് 1 നുള്ള് ജീരകപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങോട്ട് അരയ്ക്കേണ്ട ആവശ്യമില്ല. ക്യാരറ്റും ബീൻസും നല്ലപോലെ വെന്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊരു 2 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം തുറന്ന് വെച്ച് ഇളക്കി തോർത്തി എടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ബീൻസ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ രാത്രി നിങ്ങൾക്കൊരു സേമിയ പായസം കൂടി തയ്യാറാക്കി വെക്കാവുന്നതാണ്. അതോടുകൂടി തലേന്നത്തെ പരിപാടികളെല്ലാം കഴിയും. ഇനി അടുത്ത ദിവസം ഓണത്തിൻ്റെ അന്ന് നമുക്ക് പച്ചടിയും പുളിശ്ശേരിയും ഒറ്റയടിക്കങ്ങ് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പരിപ്പും ആ ഇൻസ്റ്റൻറ്റ് മാംഗോ പിക്കിളും കൂടെ തയ്യാറാക്കി വെക്കാം. ആദ്യം നമുക്ക് പൈനാപ്പിൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും പുളിശ്ശേരിയും ഒരുമിച്ചങ്ങ് തയ്യാറാക്കാം. ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് ബീട്രൂട്ടും പൈനാപ്പിൾ പച്ചടിക്ക് വേണ്ടിയിട്ട് പൈനാപ്പിളും എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ കണ്ണും നടുഭാഗവും കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ചോപ്പറിലിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പൈനാപ്പിൾ നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. രണ്ടും നമ്മൾ കപ്പളവിനാണ് എടുത്തിരിക്കുന്നത്. ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് പൈനാപ്പിൾ കുക്ക് ചെയ്യാൻ വെക്കണം. കാരണം പൈനാപ്പിളിനാണ് വേവ് കൂടുതൽ. ഇതിലേക്ക് നമുക്ക് 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുക്കാം. കുറച്ചധികം വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. കാരണം കുറച്ചധികം നേരം എടുക്കും ഇത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അടച്ചു വെച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മൾ നല്ലപോലെ ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. പൈനാപ്പിളൊക്കെ നല്ല സോഫ്റ്റായി കിട്ടണം. പൈനാപ്പിൾ കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ബീട്രൂട്ട് പച്ചടിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെക്കാം. അതിനായിട്ട് എണ്ണ ചൂടാകുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ ഹോളിൽ വെച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിലേക്ക് 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കുത്തലൊക്കെ മാറി ഒരു മധുരമാവുന്നവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ബീട്രൂട്ടൊക്കെ നല്ല സോഫ്റ്റ് ആവുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതവിടെ നിന്ന് കുക്കാവുന്ന സമയത്ത് നമുക്ക് രണ്ടിനും വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. 1 കപ്പ് ബീട്രൂട്ടിന് 3/4 കപ്പ് തേങ്ങ, 1 കപ്പ് പൈനാപ്പിൾ പച്ചടിക്ക് 3/4 കപ്പ് തേങ്ങ, അപ്പോൾ 1.5 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. കൃത്യം അളവ് പറയുന്നത് നിങ്ങൾ എത്ര പച്ചടി തയ്യാറാക്കുന്നോ അതിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിന് ശേഷം നേരത്തെ എടുത്ത അതേ കപ്പിലേക്ക് 1/2 കപ്പ് അളവിന് നമുക്ക് മാറ്റി കൊടുക്കാം. ഈ സമയത്ത് തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുക്കാം. മിക്സിയിലോ ഇടികല്ലിലോ ഇട്ടൊന്ന് ചതച്ചെടുക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് പുളിശ്ശേരിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം. മിക്സിയുടെ ജാറ് കഴുകേണ്ടതൊന്നും ആവശ്യമില്ല. 3 ടേബിൾ സ്പൂൺ ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 4-5 കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അരമുറി മാത്രം വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. 2-3 പച്ചമുളക് സ്ലിറ്റ് ചെയ്തതും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇതേ മിക്സിയുടെ ജാറിൽ നമുക്ക് പച്ചടിക്കും പുളിശ്ശേരിക്കും വേണ്ടിയിട്ടുള്ള തൈര് അടിച്ചെടുക്കാം. 1 കപ്പ് ബീട്രൂട്ടിന് 1 കപ്പ് തൈര് എന്നുള്ള അളവിനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നാൽ 1 കപ്പ് പൈനാപ്പിളിന് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. പൈനാപ്പിളിന് ഓൾറെഡി പുളി ഉള്ളതുകൊണ്ടാണ് നമ്മൾ 2 ടേബിൾ സ്പൂൺ മാത്രം തൈര് പൈനാപ്പിൾ പച്ചടിയിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന കടുകിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയുടെ പച്ചച്ചുവ മാറാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചില ബീട്രൂട്ടിന് മധുരം കുറവായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇളക്കി വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ചട്ടിയല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ച് ഇളക്കി നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് കഴിച്ച് നോക്കുക. നല്ല സോഫ്റ്റ് ആയിരിക്കണം. മധുരം കുറവായിരുന്നു. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് അളവിനാണ് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്നത്. അത് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന കടുക് കൂടി ചേർത്ത് കൊടുക്കാം. കടുക് ചതച്ചത്. തേങ്ങയുടെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ തൈര് അടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് നേരത്തെ പുളിശ്ശേരിക്ക് അരച്ച് വെച്ചതൊന്ന് സ്റ്റൗവിലോട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് 1/2 ലിറ്റർ തൈരൊന്ന് അടിച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയ്ക്ക് നമ്മൾ 1/2 ലിറ്റർ തൈരാണ് പുളിശ്ശേരിക്ക് അടിച്ചെടുത്തിരിക്കുന്നത്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് ലൂസാക്കിയാൽ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതൊന്ന് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. തിളയ്ക്കാൻ പാടില്ല. തവിയിൽ നിന്ന് ആവി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് ഒരു നുള്ള് ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്കും പുളിശ്ശേരിയിലേക്കും ചേർക്കാൻ വേണ്ടിയിട്ടുള്ള കടുക് വറുത്തെടുക്കാം. അതിനായിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സദ്യ വിഭവങ്ങൾക്ക് നമ്മൾ കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാറില്ല. എങ്കിലും പുളിശ്ശേരിയിൽ കൊച്ചുള്ളി മൂപ്പിച്ച് ചേർക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. അതോടൊപ്പം തന്നെ ഒരു നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് പുളിശ്ശേരിയിലേക്കും കൂടെ താളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പച്ചടിയും പുളിശ്ശേരിയും ഇവിടെ ഒരുമിച്ച് റെഡിയായിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ 3 പച്ചടി, പഴം പച്ചടിയും വെള്ളരിക്ക പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഒരുമിച്ച് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി നമുക്ക് സദ്യ പരിപ്പ് എങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത് കാണാം. എന്നിട്ട് ഞാനിവിടെ 1/4 കപ്പ് അളവിന് പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേ കപ്പിൻ്റെ അളവിനാണ് നമ്മളിനി തേങ്ങയും എടുക്കുന്നത്. ചെറുപയർ പരിപ്പിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിങ്ങനെ സ്പ്ലിറ്റായിട്ട് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും കവറിൽ. നല്ലൊരു മണം വരും, കളറൊക്കെ മാറിയിട്ട്. അതുവരെ നമുക്കിത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിതൊന്ന് കഴുകി കൊണ്ടുവരാം. ഒരു 2-3 വെള്ളത്തിൽ നമ്മളിത് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. 2 കപ്പ് വെള്ളമാണ് നമ്മൾ മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു ചെറിയ പിടി കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ 3 വിസിലിനാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. നല്ല സോഫ്റ്റായി കിട്ടണം വെന്ത്, അതുവരെ നമ്മളിത് കുക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ നിന്ന് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പ് കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പൊന്ന് അരച്ചെടുക്കാം. നേരത്തെ എടുത്ത അതേ കപ്പിന് അതേ അളവിന് 1/4 കപ്പ് അളവിന് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. 3 ചെറിയ വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന കണക്ക് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ പരിപ്പൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് തന്നെ ഉടച്ചാൽ നല്ല ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ആ പരുവത്തിന് നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. 3 എരിയുള്ള പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്തൊന്ന് ലൂസാക്കി എടുക്കണം. ഞാനിവിടെ ഒരു 2.5-3 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ പരിപ്പ് ഇരിക്കുന്തോറും ഇങ്ങനെ കട്ടിയാവുന്നൊരു കറിയാണ് തണുത്തേക്ക് വരുമ്പോഴത്തേക്ക്. ഇനി ഒരു 2-3 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ ഇതൊന്നിരുന്ന് തിളക്കട്ടെ. പച്ചമുളകിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വരണം. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി വേണം നമ്മളിതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. അരപ്പ് ചേർത്തതിന് ശേഷം ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കുക. ഇത് തിളയ്ക്കാൻ പാടില്ല. നല്ലൊരു ചൂടായി വരണം. ഇങ്ങനെയൊന്ന് പതച്ച് ആവിയൊക്കെ വന്ന് തുടങ്ങും. നമ്മൾ പുളിശ്ശേരിക്ക് ചെയ്യുന്ന കണക്ക് ആ ഒരു പരുവാകുമ്പോൾ വേണം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാനായിട്ട്. പരിപ്പ് അങ്ങനെ ഒരുപാടിട്ട് തിളപ്പിക്കാറൊന്നുമില്ല. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലും കറക്റ്റ് ആ ഒരു സദ്യ പരിപ്പുകളുടെ ടേസ്റ്റ് കിട്ടില്ല. അതിനായിട്ട് നമുക്കിതിലേക്ക് ഇനി പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ 1.5 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ കല്യാണ സദ്യക്കൊക്കെ കിട്ടുന്ന അതേ പരിപ്പുകളുടെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പരുവത്തിന് ലൂസായിട്ട് വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. കാരണം ഇത് തണുക്കുമ്പം ഇനിയും നല്ല കട്ടിയായി വരും. അപ്പോൾ പരിപ്പ് കറിയും റെഡി ആയിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് അപ്പം തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സദ്യ സ്റ്റൈൽ കടുമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കാണാം. ഉണ്ടാക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഒട്ടും പാടില്ലാതെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് പച്ചമാങ്ങ വേണം. മീഡിയം സൈസിലുള്ള 2 പച്ചമാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുതായിട്ടൊന്ന് വളഞ്ഞ മാങ്ങ ഒരെണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു മാങ്ങ ചെറുതായിട്ടൊന്ന് വിളഞ്ഞതാണ്. ഇങ്ങനെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. കനം കുറച്ച് നീളത്തിലാണ് നമ്മളിത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഒരു മണിക്കൂറൊക്കെ മാറ്റി വെക്കാന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് അച്ചാറിടാം. അതിനായിട്ട് ഇടുന്ന പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാവുമ്പോൾ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ കാര്യം. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആദ്യം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാങ്ങ മിക്സ് ചെയ്ത ബൗളിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതൊന്ന് കഴുകി ചേർത്ത് കൊടുക്കുവാണ്. എത്രയാണോ നിങ്ങൾക്ക് അച്ചാറിന് ലൂസ് വേണ്ടത് അത്രയും ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ മാങ്ങയിൽ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഊർന്ന് വന്ന് അച്ചാറൊന്നും കൂടി ലൂസായി കിട്ടും. അപ്പോൾ നമ്മുടെ സദ്യ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ചോറും പപ്പടം ഉണ്ടാക്കുന്ന കാര്യം മറക്കണ്ട. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.